ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വെറും 5 മിനിറ്റ് കൊണ്ട് കുക്കറിൽ സവാളയും മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒറ്റ പിസിൽ കേക്ക് ഒന്ന് വേവിച്ചെടുത്തിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നീർദോശയുടെ റെസിപ്പിയും ഈ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നീർദോശയും മുട്ട റോസ്റ്റും തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് റോസ്റ്റും നീർദോശയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ മുട്ട റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു 5 സവാളയും 2 ടൊമാറ്റോയും 3 പച്ചമുളകും പിന്നെ ഒരു 2 കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ചേർക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ പിറകെ മസാലകളൊക്കെ ചേരും. അപ്പോൾ നമുക്ക് ഈ സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നൈസായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണിത്. അപ്പോൾ ഇതാ കുക്കറിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 ടൊമാറ്റോയും കൂടി നൈസായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയും നമ്മുടെ തക്കാളിയും അരിഞ്ഞത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പിറകെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി എടുക്കാം. ഇളക്കി കൊടുത്തപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് എനിക്ക് തോന്നിച്ചു. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് 1/2 കപ്പ് വെള്ളം വേണ്ടി വന്നു കേട്ടോ. ഇനി ആണ് നമ്മുടെ മുട്ട ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയുടെ പുറന്തോട് നന്നായിട്ട് കഴുകുക കേട്ടോ. നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം നമുക്ക് ഈ ഉള്ളിയിലേക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഒന്ന് അടയ്ക്കുകയാണ്. ഇനി ഒറ്റ വിസിൽ കേക്ക് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഒരു നീർദോശയുടെ ബാറ്റർ തയ്യാറാക്കണം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 കപ്പ് വറുത്ത അരിപ്പൊടി, ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന അതേ പൊടി തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ആദ്യം 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ചിരകിയ തേങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് റെസിറ്റെക്ട് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. എന്തായിരുന്നാലും തേങ്ങ ഇട്ട് അരച്ചെടുക്കുന്ന നീർദോശയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ തേങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞ് ചേർന്നെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നീർദോശയ്ക്കുള്ള ബാറ്റർ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിന് ധാരാളം വെള്ളം ചേരും കേട്ടോ. നമ്മൾ എടുക്കുന്ന മാവിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കണം. അതുകൊണ്ടാണ് ഇതിന് നീർദോശ എന്നുള്ള പേര് തന്നെ വരാൻ കാരണം. അപ്പം നമ്മൾ അരച്ചെടുത്ത ഉടൻ തന്നെ ചുട്ടെടുക്കുന്ന ഒരു പലഹാരമാണ് ഈ നീർദോശ എന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ട റോസ്റ്റ് വെക്കാൻ നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണമേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു പട്ട, ഒരു കരയാമ്പൂ, പിന്നെ ഒത്തിരി ജാതിപത്രി, 3-4 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പു, ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുന്നത്. ഇതിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി വരട്ടെ.
ഇപ്പോൾ അത് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1½ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പിന്നെ നമ്മൾ ഗരം മസാല ഇടുന്നില്ല കേട്ടോ. അതിന് വേണ്ടി നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് ഒരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ ഒറ്റ വിസിൽ കേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുട്ടയും എന്തായെന്ന് നോക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് മുട്ടയും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ മുട്ട നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. തോട് നല്ല കട്ടി കുറഞ്ഞ മുട്ടയാണ് ഇപ്പോൾ കിട്ടിയത് കേട്ടോ. അതുകൊണ്ടാണ് ഒറ്റ വിസിൽ കേട്ടപ്പോൾ മുട്ട ഒന്ന് തോട് പൊട്ടിയത്. അല്ലെങ്കിൽ തോടൊന്നും പൊട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും ടൊമാറ്റോയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുട്ടയും ഞാൻ എന്തായാലും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി നമുക്ക് ഈ വഴറ്റിയ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ 2 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് നല്ല കൊഴുത്ത ഒരു കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് ഒന്ന് നെടുക്കി കീറി അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് നിരത്തി കൊടുക്കാം. അപ്പോൾ അത് അവിച്ച 4 മുട്ടയും ഞാൻ കറിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മുട്ടയിൽ ഒന്ന് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മീതെ ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നീർദോശ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ ദോശക്കല്ല് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ദോശക്കല്ലിലാണെങ്കിൽ കൂടെ എണ്ണ തേച്ച് കൊടുക്കണം. നോൺ സ്റ്റിക്കിലാകുമ്പോൾ എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചൂടൊന്ന് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ആട്ടി വെച്ച മാവില്ലേ, അത് നന്നായിട്ട് അടിതാത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം ഇത് ആട്ടി വെച്ച് ഉടൻ തന്നെ ഇതിൻ്റെ തരി അടിയിൽ ഉറയും. അപ്പോൾ അതുകൊണ്ട് ഓരോ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴും നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഒരു തവി മാവ് നമുക്ക് കോരി നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് എടുക്കണം. അപ്പോൾ കട്ടി കൂടാൻ പാടില്ല. കുറച്ച് മാവേ ഒഴിച്ചു കൊടുക്കാവൂ. എന്നിട്ട് ചിറ്റിച്ചെടുക്കുക. കട്ടി കൂടിപ്പോയാൽ പിന്നെ ഇതിൽ ഹോളൊന്നും വീഴത്തില്ല കേട്ടോ. അതുപോലെ തന്നെ മാവിൻ്റെ ഇരട്ടി വെള്ളവും ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടുതൽ ചേർത്തത് കൊണ്ടാണ് ഇതിന് നീർദോശ തന്നെ എന്ന് വെള്ള പേര് തന്നെ വരാൻ കാരണം. അപ്പോൾ ഞാൻ ഇവിടെ 1½ കപ്പ് അരിപ്പൊടിക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പാനിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചുട്ടെടുക്കാവേ. മാവ് പാനിലേക്ക് ഒഴിച്ചൊരു 30 സെക്കൻഡ് ആകുമ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് അടുത്ത 30 സെക്കൻഡ് ആകുമ്പോൾ നമുക്കിതൊന്ന് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതുമാണ്. പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ ഇത്. ചുറ്റിച്ചു കൊടുത്ത് വലിയ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതോടെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ചെറിയ ഹോളൊക്കെ കുഴപ്പമില്ല. വലിയ ഹോളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മാവ് ഒഴിച്ചു കൊടുക്കുക അവിടെ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. 5 മിനിറ്റ് മതി നമുക്ക് നീർദോശ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ നീർദോശ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചുട്ട പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നീർദോശ മൊത്തവും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല നൈസാണ് കേട്ടോ. നിറയെ ഹോളായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലത് വെജാണ്. നോൺ വെജും കഴിക്കാം, എങ്കിലും കൂടുതലും കോമ്പിനേഷൻ ആവുന്നത് വെജാണ് കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ നീർദോശ നല്ല കട്ടി കുറഞ്ഞ് നല്ല ഹോളോട് കൂടിയുള്ള നീർദോശയാണ്.
ഇതിനോടൊപ്പം വെജ് കറി നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ മുട്ട റോസ്റ്റാണ് വെച്ചിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ കട്ടി കുറഞ്ഞ് ചുട്ടെടുത്ത നീർദോശയും അതുപോലെ തന്നെ മുട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്കെത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.